നീ കഴിക്കുന്നില്ലടാ? ഇല്ല. കാലത്ത് ചായ തുടങ്ങിയ പ്രശ്നം വൈകിട്ട് അത്താഴം വരെ എത്തിക്കണോ? കഴിച്ചിട്ട് പോടാ. വേണ്ട. നിങ്ങൾ നിർത്തുവാണോ? മതി, ഗ്യാസ് കിട്ടിയെന്ന് തോന്നുന്നു. ജോയിലെ പറയൂ. സാറേ, പ്രോജക്റ്റ് വട്ടവും റിജക്റ്റ് ആയായിരുന്നു. എൻ്റെ ജോയിലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കണ്ടന്റ് ഹാസ് ടു ബി ഫ്രഷ്. സെയിം സാധനം തന്നെ വീണ്ടും റീസബ്മിറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. സാറേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ആകെ ഒരു കാര്യം ചെയ്യാം. ഓൺ മൈ റിസ്ക് ഐ വിൽ ഗിവ് യു വൺ മോർ ചാൻസ്. ബട്ട് പ്ലീസ് മൈൻഡ്, ദിസ് ഈസ് യുവർ ഫൈനൽ ചാൻസ്. ഓക്കെ? ശരി സാർ. നിനക്ക് എന്നാത്തിന്റെ കട ചേർക്ക? വന്നു വല്ലതും കഴിച്ചേ? എനിക്ക് വേണ്ട. അമ്മ ഒന്ന് ശല്യം ചെയ്ത് പോകുന്നുണ്ടോ? വന്ന് കഴിക്കടാ. നീ എന്തിനാണ് വിളിക്കാൻ പോകുന്നത്? അവൻ വിശപ്പെട്ട കഴിച്ചോളും. അവൻ പൈസ കട്ടാൻ ഞാൻ അവനെ വഴക്ക് പറഞ്ഞേ. ചോദിക്കാതെ പൈസ എടുക്കുന്നേ കക്കുന്നതിന് തുല്യ. അല്ല, എനിക്ക് അറിയാൻ മലയാട്ടി വെക്കാം. ഇവരെന്താ പൈസക്ക് ഇത്ര അത്യാവശ്യം? ഒന്നും മിണ്ടായിരിക്കും പപ്പാ. എല്ലാം മിണ്ടായിരിക്കാൻ. ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. പപ്പ ഒന്ന് അങ്ങോട്ട് പോയേ. ഞാൻ പറയുന്നില്ല. 10,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ, 1,00,000 രൂപ ഒന്നും അല്ലല്ലോ. 10,000 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും നിനക്ക് ചോദിച്ചിട്ട് എടുത്താലല്ല. ഇത് എത്രാമത്തെ 10,000? നിനക്ക് ഇതിന് മാത്രം കാശിന് എന്നെ ആവശ്യം? ഇതേ ചുമ്മാ കിട്ടുന്ന കാശൊന്നും അല്ല, അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാ. എനിക്കറിയാം അങ്ങനെ രണ്ടറ്റവും കൂടെ കൂട്ടുമുട്ടിക്കാൻ പറ്റുന്ന പാട്. എനിക്ക് ജീവനാണ്, ഞാൻ മേടിച്ച കാശൊക്കെ തിരിച്ചു കൊടുക്കും. ഓ, നീ കുറെ കൊടുക്കും, കുറെ കേട്ടതാ. ജോലി, നിനക്ക് ഭക്ഷണം വേണോ വേണ്ടയോ? എനിക്ക് വേണ്ട. ആ വേണ്ട, കഴിക്കണ്ടാ. പട്ടിണി കിടന്ന് ചാവട്ടെ. നിങ്ങൾക്ക് എന്താ? വന്ന് തന്തേ തന്നെ യാതൊരു ബഹുമാനവും ഇല്ല. 4 നേരം വിശക്കുമ്പോ താഴെ വന്ന് വായും പൊളിച്ചിരുന്നാ മതി, ഉരുട്ടി തരാം ഞാന്. അഹങ്കാരി. ഓഹോ, മഹാറാണി ഇതൊന്നും എടുത്ത് വെച്ചില്ലേ? ഇനിയിപ്പോ അതിനും എന്റെ കൈ വേണോ? എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ഞാൻ ചത്തു പോകുമ്പോ പഠിച്ചോളും. പപ്പ ഒന്നും കഴിച്ചില്ലല്ലോ, കുടിക്കാൻ എന്നെങ്കിലും എടുക്കട്ടെ? എന്നാ പപ്പ? ഒന്നുമില്ല. എന്നാ പറ്റി പപ്പ? ഒന്നുമില്ല. അയ്യോ, എന്നാ? എനിക്ക് എന്റെ നെഞ്ചും പുറവും കഴിച്ചു പൊട്ടുന്ന പോലെ. കർത്താവേ, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. എന്നാ പറ്റിയതാ? ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസിന്റെ ഒന്നും അല്ല. ജോയിലേ, ജോയിലേ, ഇങ്ങോട്ട് വന്നേ. അയ്യോ, ജോയിലേടാ, പപ്പയ്ക്ക് മേലെന്ന്. ഇരുന്ന് വേഗം. ഒന്നുമില്ലടാ. താക്കോലെടുക്ക, വീടിന്റെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിടിക്കും. പേടിക്കാന്നല്ല, ധൈര്യമായിട്ടിരിക്കപ്പാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ പേടിക്കാനൊന്നുമില്ല. കാരണം ഡോർ വേഗം ചെല്ല്. എൻ്റെ ജെനി, ഞാനിപ്പോൾ സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല. പപ്പയ്ക്ക് എങ്ങനെയുണ്ട് ജോ? എനിക്കറിയത്തില്ല. നീ എന്തിനാണ് ജോ പപ്പയോട് വഴക്കുണ്ടാക്കിയത്? ജെനി, ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുവോ. പിന്നെ സംസാരിക്കാം. ജോ, ഞാനാണ് നിന്റെ പ്രശ്നം. നീ പേടിക്കണ്ട. ഇപ്പൊ അപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന്. സോറി അമ്മ, ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. സാരമില്ലടാ, ഒരു വീടാകുമ്പോ അങ്ങനെയൊക്കെയാ. വഴക്കുണ്ടാക്കും, ഇണങ്ങും, പിണങ്ങും, പിന്നെ സ്നേഹിക്കും.
അമ്മ ഒരു കാര്യം പറയട്ടെ. നീ അപ്പയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിക്കോ, പക്ഷെ മിണ്ടാതിരിക്കരുത്. അപ്പയ്ക്ക് പേടിയടാ. പപ്പയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട നീയാ. നിന്നെ പോലെ തന്നെ പ്രിയപ്പെട്ട വേറെ ആൾ അപ്പയ്ക്കുണ്ടായിരുന്നു. അപ്പയുടെ അപ്പ. എന്നെ കല്യാണം കഴിച്ചതിന്റെ പേരില് അപ്പയുടെ അപ്പയും തമ്മിൽ മിണ്ടാതായിട്ട് എത്ര വർഷമായെന്നറിയോ? എന്നിട്ട് ആ പേരും പറഞ്ഞ് എന്തെങ്കിലും അമ്മ വിഷമിപ്പിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അതാണ് നിന്റെ അപ്പ. നീയാട്ട് തല്ലുണ്ടാക്കുമ്പോ അപ്പയ്ക്ക് പേടിയടാ. അതുപോലെ മിണ്ടാതാവുന്നു. സാധാരണ നീ വഴക്കിട്ട പിണങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോ ആ ചായയുടെ കഥ പറയത്തില്ലേ? ഇപ്രാവശ്യം നീ അത് പറഞ്ഞില്ലല്ലോ. അതാ അപ്പയ്ക്ക് വിഷമായ. സോറി അമ്മ. ഹാ പോട്ടടാ, സാരമില്ലെന്നെ വിട്ടുകളാ. ശരിക്കും നമ്മളവിടെ പോയിട്ട് എന്താ പ്ലാൻ? എനിക്കറിയത്തില്ല. എന്തിന്? ഒരു മെച്യൂരിറ്റി തോന്നിക്കാനാ. കാര്യങ്ങളൊക്കെ ഇത്ര നേരം സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോ ചെറിയൊരു പേടി. ബെസ്റ്റ്. എനിക്കൊരു ധൈര്യത്തിന് ഇയാളെ വിളിച്ച്, എന്നിട്ട് ഇയാൾ എന്നെ പേടിപ്പിക്കണം. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം അപ്പാപ്പൻ എന്നെ അറിഞ്ഞൂടാ. നമ്മൾ പറയാൻ പോകുന്നത് സെൻസസിന് വന്നതാന്ന്. അപ്പാപ്പൻ എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. ഹലോ, ഞങ്ങൾ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നേ. സെൻസസ്. കേറി വാടാ. കേറി വാ മക്കളെ. വാ. ഇതാരാ? ഇതും സെൻസസ് എടുക്കാൻ വന്നതാണോ? ഇതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്. ഫ്രണ്ട്? വെറും ഫ്രണ്ട്? അല്ല വല്ലോ പ്രണയോ വല്ലതും ആണോ? അല്ല ആണെങ്കിലും അപ്പാപ്പനെ പറയാൻ മടിക്കണ്ട. അല്ലാതെ നിന്റെ അപ്പ കാണിച്ചോ കൊള്ളതാഴൊന്നും കാണിക്കരുത്. നേരെ വന്ന് കാര്യം പറയണം. മനസ്സിലായോ? എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ തോന്നാൻ? എന്നെ കാണാൻ വരുന്ന കാര്യം നിന്റെ അപ്പ അറിഞ്ഞോ? ഇല്ല, അപ്പായിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പാപ്പൻ ഇഷ്ടപ്പെടുവോന്ന് വിചാരിച്ച. അതും വന്നു നോക്കിയാലേ അറിയാൻ പറ്റൂ. അല്ല എല്ലാ ദിവസവും ഇതിലെ പോകുന്നുണ്ടല്ലോ. ഒന്നിവിടെ ഒന്ന് കേറിയ എന്താ? എല്ലാ കൊല്ലവും മക്കളുടെ ബർത്ത്ഡേക്ക് ഫോട്ടോ അയക്കാറുണ്ട്. എന്നാ അതിന്റെ കൂടെ അപ്പന് സുഖാണോ എന്ന് ചോദിച്ചൊരു കത്തോടെ വെച്ചുകൂടെ? ആരെ തോപ്പിക്കാനായത്? എന്നാലും മക്കളെങ്കിലും വന്നല്ലോ, അത് മതി. അല്ല പാപ്പ, ഇതും അപ്പ ഫോട്ടോ എടുത്ത് അയച്ചിരുന്നവർ അയച്ചു തന്നെയാണോ? ചെറുപ്പത്തിലേ നിന്റെ അപ്പായിക്ക് മുട്ടത്തോടുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത അവന്റെ കരച്ചില് മാറും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി പഠിച്ചതാ. അല്ല 2 ദിവസമായിട്ട് നിന്റെ പപ്പ ഈ വഴിക്ക് കാണാറില്ലല്ലോ. എന്നാ അത് പറയാനാ വന്നത്.